ഇന്നത്തെ പഠനം നമുക്ക് ഒരു പ്രാർത്ഥനയ്ക്ക് ശേഷം ആരംഭിക്കാം. ഓം ശ്രീ മഹാഗണപതയേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. അപ്പൊ നമ്മൾ കഴിഞ്ഞ ഒരു 4 ക്ലാസ്സുകളിലായിട്ട് അക്ഷരങ്ങൾ, സംസ്കൃതത്തിലെ അക്ഷരങ്ങൾ പൂർണ്ണമായും പഠിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് സംസ്കൃത അക്ഷരങ്ങളുടെ ഉച്ചാരണവും പഠിച്ചു കഴിഞ്ഞു. ഇനി അക്ഷരങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് അക്ഷരങ്ങൾ ഉപയോഗിച്ച് പദങ്ങൾ അഥവാ വാക്കുകൾ, എങ്ങനെയാണ് നമ്മൾ സംസ്കൃത വാക്കുകൾ ഉണ്ടാക്കുന്നത്, അതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. സംസ്കൃത പദങ്ങൾ നമുക്ക് ഇന്ന് പഠിച്ചു തുടങ്ങാം. അപ്പൊ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. സംസ്കൃത പദങ്ങൾ. അപ്പോൾ അക്ഷരങ്ങൾ ഒന്നിച്ചു ചേരുമ്പോഴാണ്, അക്ഷരങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു, അക്ഷരങ്ങൾ ഒന്നിച്ചു ചേരുമ്പോഴാണ് പദങ്ങൾ ഉണ്ടാവുന്നത് നമുക്കറിയാം. അപ്പൊ നമുക്ക് ഇനി അടുത്ത സ്ക്രീനിൽ ചില സംസ്കൃത പദങ്ങൾ, അതായത് സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും പഠിച്ചു കഴിഞ്ഞു. അത് വെച്ചിട്ട് അതില് സ്വരാക്ഷരങ്ങൾ തുടങ്ങി വ്യഞ്ജനാക്ഷരങ്ങൾ വരെ ഓരോ അക്ഷരത്തിനും ഓരോ വാക്ക് വെച്ച്, അതാണ് ഇനിയുള്ള സ്ക്രീനിൽ നിങ്ങൾ കാണുന്നത്. അപ്പം അത് ഓരോ അക്ഷരത്തിനും അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാക്ക് കൊടുത്തിട്ടുണ്ട്, അതിന്റെ ചിത്രവും മേളിൽ കൊടുത്തിട്ടുണ്ട്. ചിലതിനൊന്നും ചിത്രം ഇല്ല, ഉള്ളത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലാവും. അല്ലാത്തതിന്റെ ഞാൻ മീനിങ് ഉള്ളതിന്റെ മീനിങ് പറഞ്ഞു തരാം. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യമായിട്ട് അശ്വഹ. അശ്വഹ വായിക്കുന്നത് അശ്വഹ, അതിന്റെ ചിത്രം കാണിച്ചിട്ടുണ്ട്. ആമ്രം. ആമ്രം, ഇത് മാംഗോ ആണ്, മാങ്ങ. ഇക്ഷുഹു. ഇക്ഷുഹു, ഇത് നിങ്ങൾക്ക് വ്യക്തമായില്ലെങ്കിൽ ഞാൻ ഇതിന്റെ മീനിങ്, അതായത് ഇതിൽ കാണിച്ചിരിക്കുന്നത് കരിമ്പ് അഥവാ ഷുഗർ കെയിനിന്റെ ചിത്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, കരിമ്പ്. ഇക്ഷുഹു. അടുത്തതായി വെച്ചിട്ടുള്ളത് ഈശ്വരഹ. ഈശ്വരഹ. അടുത്തത് ഉഷ്ട്രഹ. ഉഷ്ട്രഹ, അതിവിടെ ചിത്രത്തിൽ വ്യക്തമാണ്. ഊർണ. ഊർണ, ഇത് ഊളാണ്, കമ്പിളി. കമ്പിളിയാണ്, കമ്പിളി നൂലാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഋ വെച്ചിട്ട് ഋഷി. ഋഷി. അടുത്തത് ഋന്റെ ദീർഘരൂപം. നമ്മൾ ആദ്യം അക്ഷരങ്ങളിൽ പഠിച്ചു. പിതൃണം. 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 ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഇത് ഉപയോഗിക്കുന്നത് ഇപ്പൊ അച്ഛന്റെ ഫാദറിന്റെ പേരിന്റെ കൂടെയൊക്കെയാണ് ഈ പിതൃണം എന്ന് ഉപയോഗിക്കുന്നത്. അടുത്തത് ഋ വെച്ചിട്ടൊരു വാക്കുണ്ട്, ക്ലുപ്തം. ക്ലുപ്തം, ഇതിന്റെ ശരിക്കും അതിന്റെ മീനിങ് അത് പല ഒരു കോണ്ടെക്സ്റ്റ് വരുന്ന പോലെ ഇരിക്കും. ഇപ്പൊ ഓർഡർ, ആസ് പെർ ഓർഡർ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കൊടുക്കുന്നതിലാണ് ക്ലുപ്തം. ക്ലുപ്തം ഋ വെച്ചിട്ടുള്ള വാക്കാണ് ക്ലുപ്തം. അടുത്തത് എ വെച്ചിട്ട് ഏടക. ഏടക, ഇവിടെ കാണിച്ചിരിക്കുന്നത് ഷീപ്പിന്റെ പടമാണ്, ഷീപ്പ്. അടുത്ത ഇനി ബാക്കിയുള്ള അക്ഷരങ്ങളിൽ നോക്കാം. അടുത്ത ഐ വെച്ചിട്ട് ഐരാവതഃ. ഐരാവതഃ, അതിവിടെ ചിത്രം കാണിച്ചിട്ടുണ്ട്. ഓ വെച്ചിട്ട് ഓഷ്ടഃ. ഓഷ്ടഃ. അടുത്ത അക്ഷരം ഔഷധം. ഔഷധം. വെച്ചിട്ട് അംശുകം. അംശുകം, അതായത് ഗാർമെന്റ്, ഡ്രസ് എന്നുള്ള, ഗാർമെന്റ് എന്നുള്ള മീനിങ് ആണ് അംശുകം. അടുത്ത് അവസാനത്തെ അക്ഷരം, സ്വരാക്ഷരങ്ങളുടെ അവസാനം നമ്മൾ അത് നമ്മളിവിടെ ഒരു ഉദാഹരണം, ഒരു പേര് രാമ.
രാമ, അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്ത നമുക്ക് വ്യഞ്ജനാക്ഷരങ്ങൾ വെച്ചിട്ടുള്ള വാക്കുകൾ നോക്കാം. കായിൽ തുടങ്ങുന്ന കവർഗത്തിലുള്ള വ്യഞ്ജനാക്ഷരങ്ങളാണ്. അതിൽ ആദ്യത്തത് കാ വെച്ച് കമലം, കമലം. ഖ, ഖഗഹ, ഖഗഹ, പക്ഷികൾ. ഗജഹ, ഗാ വെച്ചിട്ട് ഗജഹ. ഖ, അടുത്തത് ഖായാണ്. ഖഡഹ, ഖഡഹ, കുടം, ഖഡഹ. അടുത്തത് ങായാണ്. അങ്കുരഹ, അങ്കുരഹ. ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മള് പ്ലാന്റ്, അതായത് പ്ലാന്റിന്റെ ഷൂട്ട്, അതാണ് അതിന്റെ അർത്ഥം വരുന്നത്. ഇനി അടുത്തത് നമുക്ക് അടുത്ത വ്യഞ്ജനാക്ഷരം ചവർഗത്തിലെ നോക്കാം. ചവർഗത്തിലെ ആദ്യത്തെ ചായില് ചക്രം, ചക്രം. അടുത്തത് ഛ വെച്ച് ഛത്രം, ഛത്രം. ജ, അടുത്തത് ജഡ, ജഡ. അതായത് നമ്മുടെ തലയിലെ ജഡ എന്ന് പറയുന്നതാണ് ജഡ. അടുത്തത് ഛശഹ, ഛശഹ, മത്സ്യം. മത്സ്യത്തിന് നമുക്ക് ഒരുപാട് വേറെയും സംസ്കൃതം വേർഡ്സ് ഉണ്ട്. ഇവിടെ ഞാൻ ഇതില് ഛ വെച്ചിട്ട് ഛശഹ, ഈ ഒരു വേർഡും മത്സ്യം എന്നും പറയും. സംസ്കൃതത്തില് മത്സ്യം എന്നും പറയാറുണ്ട്. അടുത്തത് ഞായാണ്. ഞാ വെച്ചിട്ട് ചഞ്ചുഹു, ചഞ്ചുഹു. അതായത് ബേർഡ്സിന്റെ ബീക്കിന് പറയുന്നതാണ്. ചുണ്ട്, പക്ഷിയുടെ ബീക്കിന് പറയുന്ന പേരാണ് ചഞ്ചുഹു. അടുത്തത് ടവർഗത്തില്. ടവർഗത്തില് നമ്മൾ പറയുന്നത് ആദ്യത്തത് ഡായില് ഡങ്കഹ, ഡങ്കഹ, ആക്സ്. പീഠം, ഠ വെച്ചിട്ട് പീഠം, പീഠം. അതായത് നമ്മൾ ഇരിക്കുന്ന ഇരിപ്പിടം എന്നുള്ള അർത്ഥം. അടുത്തത് ഡാ വെച്ചിട്ട് ഡമരു, ഡമരു. അതിവിടെ ചിത്രം കാണിച്ചിട്ടുണ്ട്. അടുത്തത് ധക്ക, ധക്ക. നാ വെച്ചിട്ട് കോണഹ, കോണഹ. അതായത് കോർണർ എന്നുള്ള അർത്ഥം, കോണഹ. അടുത്തത് തവർഗം. തവർഗത്തിൽ ആദ്യം തക്ഷകഹ, തക്ഷകഹ. അതായത് കാർപെന്റർ, കാർപെന്ററിന്റെ ചിത്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ധാ വെച്ച് പ്രഥമഹ, പ്രഥമഹ. അതായത് ഒന്നാമത്തേത് എന്ന അർത്ഥം. അടുത്തത് ദർവി, ദർവി, തവി, തവിയാണിത്. ധ വെച്ചിട്ട് ധനുഹു, ധനുഹു. ഇവിടെ ചിത്രത്തിൽ വ്യക്തമാണ് ബോ എന്നുള്ള അർത്ഥമാണ്, വില്ല്. അടുത്തത് നാ വെച്ച് നക്ഷത്രം, നക്ഷത്രം, നക്ഷത്രം. അടുത്ത പവർഗത്തിലെ അക്ഷരങ്ങളിലെ കാണിച്ചിരിക്കുകയാണ്. പാ വെച്ച് പത്രം, പത്രം. അടുത്തത് ഹ. അതായത് സംസ്കൃതത്തില് ഫ എന്ന് ഉച്ചരിക്കാൻ പാടില്ല. ഫണ, ഫണ, ഇങ്ങനെ വേണം പറയാൻ. ഇത് ചിത്രത്തിൽ അതെന്താണെന്ന് വ്യക്തമാണ്. അടുത്തത് ബകഹ, ബകഹ, ബകഹ. അതായത് കൊക്ക്, ക്രെയിൻ. ഒരു ക്രെയിനിന്റെ ചിത്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഭല്ലൂക്കഹ, ഭല്ലൂക്കഹ. അതായത് കരടി. മാ വെച്ചിട്ട് മർക്കടഹ, മർക്കടഹ. അടുത്തത് നമ്മൾ പഠിച്ചിരുന്നു അന്തസ്ഥങ്ങളും ഊഷ്മാക്കളും. അതിൽ യായില് തുടങ്ങുന്ന. ഇപ്പൊ യാ വെച്ചിട്ട് യജ്ഞഹ, യജ്ഞഹ. അത് ചിത്രത്തിൽ അറിയാം, മനസ്സിലാവുന്നുണ്ട്. രാ വെച്ച് രഥഹ, രഥഹ, രഥഹ. ലത, ലത, വള്ളി എന്നുള്ള അർത്ഥം. വാ വെച്ച് വനം, വനം. ശകടഹ, ശകടഹ. ബുള്ളോക്കാർട്ടാണിത്, കാളവണ്ടി. അടുത്തത് ഷാ വെച്ച് ഷഷ്ടി. ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ നമ്പർ, അതായത് സംസ്കൃതത്തില് നമ്മൾ നമ്പേഴ്സ് എഴുതുന്നത് ഈ ദേവനാഗരി ലിപിയിൽ നമ്പേഴ്സ് എഴുതുന്നത് ഇങ്ങനെയാണ്. അപ്പൊ ഇതിലിവിടെ കാണിച്ചിരിക്കുന്ന 60 എന്നുള്ള നമ്പറാണ്, 60.
അതാണ് ഷഷ്ടിഹി. ഷഷ്ടിഹി. അടുത്തത് സാ വെച്ചിട്ട് സർപ്പഹ. സർപ്പഹ. ഹാ വെച്ച് ഹരിണഹ. മാൻ. മാനാണിത്. ഹരിണഹ. അപ്പൊ ഇത്രയാണ് നമ്മള് അക്ഷരങ്ങള് വെച്ചിട്ടുള്ള വാക്കുകൾ. ഇനി അടുത്ത സ്ക്രീനിൽ നിങ്ങൾ കാണുന്നത്, ഇപ്പൊ നമ്മള് ഓരോ പദങ്ങൾ ഉണ്ടാക്കി ഓരോ പദങ്ങൾ പഠിച്ചു. ഇനി ഒരു അക്ഷരം, സംസ്കൃതത്തിലെ ഒരു അക്ഷരം വന്നാൽ തന്നെ അത് പദമാവുന്ന ചില അക്ഷരങ്ങൾ സംസ്കൃതത്തിലുണ്ട്. ഒരു അക്ഷരം എഴുതിയാൽ മതി, അതൊരു പദമായിട്ട് ഉപയോഗിക്കും. അങ്ങനെയുള്ള അങ്ങനെ ഉപയോഗിക്കുന്ന അക്ഷരങ്ങളാണ് ഈ സ്ക്രീനിൽ നിങ്ങൾ കാണിച്ചിരിക്കുന്നത്. അതായത് ആദ്യത്തേത് സഹ. സഹ. ഇത് സഹ എന്ന് പറയുമ്പോൾ അവൻ എന്നുള്ള അർത്ഥമാണ്. അവൻ. സഹ. ഈ ഒരു സാ ഇട്ടിട്ട് വിസർഗം ഇട്ട് കഴിഞ്ഞാൽ അതൊരു വാക്കായി, ഒരു പദമായി. അപ്പൊ സഹ. സഹ എന്നാണ് വായിക്കുന്നത്. അതിന്റെ അർത്ഥം അവൻ. അടുത്ത രണ്ടാമതായിട്ട് എഴുതിയിരിക്കുന്നത് കഹ. കാ ഇട്ടിട്ട് വിസർഗം ഇട്ട കഹ. അപ്പൊ ഇവിടെ ഇതും നമുക്കൊരു പദമായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇതിന്റെ അർത്ഥം ആര്. ആര് എന്ന് നമ്മൾ ചോദിക്കുന്നതിന് കഹ. ഇങ്ങനെയാണ് സംസ്കൃതത്തിൽ എഴുതുന്നത്. അടുത്തത് ച. ച എന്ന അക്ഷരം മാത്രം ഇട്ട് കഴിഞ്ഞാൽ അതൊരു പദമാവും. അതായത് നമ്മൾ ഇംഗ്ലീഷിൽ ആൻഡ് ഉപയോഗിക്കുന്നത് പോലെ സംസ്കൃതത്തിൽ നമ്മൾ വാക്യങ്ങൾ അല്ലെങ്കിൽ ശ്ലോകങ്ങളുടെ ഒക്കെ ഇടയിൽ ച ഇട്ട് കഴിഞ്ഞാൽ അത് രണ്ട് കാര്യങ്ങളെ കണക്ട് ചെയ്ത് ആൻഡ് ഇട്ട് എഴുതുന്ന ആ ഒരു മീനിങ് ആണ് ചായക്ക് വരുന്നത്. അടുത്തത് തു. തു എന്ന് പറയുന്നത് പക്ഷേ എന്ന് അർത്ഥം വരുന്നതാണ്. തു. അപ്പൊ അതും ഒറ്റ അക്ഷരം പദമായിട്ട് വരുന്നു. അടുത്തത് ഹി. ഹി എന്ന് പറയുന്നത് നമ്മളിപ്പോ ഉറപ്പിച്ച് എന്തെങ്കിലും ഒരു കാര്യം ഷുവർലി ആയിട്ട് പറയുന്നു, അങ്ങനെ ആ ഒരു അർത്ഥം ഉറപ്പിച്ച് പറയുന്നതിനൊക്കെ ഹി ഉപയോഗിക്കും. ഹി. അടുത്ത നാ. നാ എന്ന അക്ഷരം. നാ എന്ന് പറഞ്ഞാൽ ഇല്ല, നോ എന്നുള്ള മീനിങ് ആണ്. നമ്മള് എന്ത് കാര്യം ഇല്ല എന്ന് പറയണം, അവിടെ സംസ്കൃതത്തിൽ നാ എന്ന് ചേർത്ത് വേണം പറയാനായിട്ട്. അടുത്ത വാ. വാ എന്നുള്ളതും അതുപോലെ ഉപയോഗിക്കുന്ന ഒരു അപ്പൊ ഇത്രയാണ് അക്ഷരങ്ങള്. ഒരു അക്ഷരം വന്നാൽ തന്നെ പദമായിട്ട് ഉപയോഗിക്കുന്ന സംസ്കൃത അക്ഷരങ്ങൾ. അങ്ങനെ വരുന്ന ഇതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഈ സ്ക്രീനിൽ. ഇനി നിങ്ങൾക്ക് ഞാൻ കുറച്ച് സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് സംസ്കൃത പദങ്ങൾ, നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് സംസ്കൃത എപ്പോഴും നമുക്ക് കേട്ട് പരിചയമുള്ള വാക്കുകള്, അതിന്റെ സംസ്കൃതത്തിലുള്ള പദം എന്താണെന്നാണ് അടുത്ത സ്ക്രീനിൽ ഞാൻ പറയുന്നത്. വ്യാവഹാരിക ശബ്ദാഹ. വ്യാവഹാരിക ശബ്ദങ്ങൾ, അത് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന കുറച്ച് വാക്കുകളാണ്. അതിൽ ആദ്യത്തേത് നോക്കാം. വ്യജനം. വായിക്കുന്നത് വ്യജനം. അതായത് ഫാൻ. നമ്മുടെ ഫാനിന് സംസ്കൃതത്തിൽ പറയുന്നതാണ് വ്യജനം. അടുത്തത് ദണ്ഡദീപഹ. ദണ്ഡദീപഹ. ട്യൂബ്ലൈറ്റ്. ട്യൂബ്ലൈറ്റിന് പറയുന്നതാണ് ദണ്ഡദീപഹ. പിഞ്ചഹ. പിഞ്ചഹ. സ്വിച്ച്. നമ്മുടെ സ്വിച്ചിന് പറയുന്ന സംസ്കൃത വേർഡ് പിഞ്ചഹ. അടുത്തതായി ആസന്ദഹ. ആസന്ദഹ. ചെയർ, കസേര, ചെയർ. ആസന്ദഹ. അടുത്തത് ഉത്പീഡിക. ഉത്പീഡിക. അത് ടേബിൾ, മേശ. മേശയ്ക്ക് സംസ്കൃതത്തിന്റെ വേർഡാണ് ഉത്പീഡിക. അടുത്തത് ദൂരവാണി. ദൂരവാണി. അതായത് നമ്മുടെ ഫോൺ, ടെലിഫോണിന് സംസ്കൃതത്തിൽ പറയുന്ന വാക്കാണ് ദൂരവാണി. അടുത്തത് ടെലിവിഷൻ. ടെലിവിഷന് സംസ്കൃതത്തിൽ പറയുന്നത് ദൂരദർശൻ. ദൂരദർശൻ. ഈ വാക്ക് നിങ്ങൾക്ക് പരിചയമുള്ളതായിരിക്കും. ഇപ്പൊ ടെലിവിഷൻ എന്ന് പറയുന്നതിന്റെ സംസ്കൃത പദമാണ് ദൂരദർശൻ. അടുത്തത് ഹസ്തഘടി. ഹസ്തഘടി. അതായത് റിസ്റ്റ് വാച്ച്, നമ്മൾ കയ്യിൽ കെട്ടുന്ന വാച്ചിന് സംസ്കൃതത്തിൽ പറയുന്നത് ഹസ്തഘടി. അടുത്തത് ബാഗ്. ബാഗിനുള്ള സംസ്കൃത വേർഡാണ് സ്യൂതഹ. സ്യൂതഹ.
ഇനി അടുത്തത് നമ്മുടെ അടുത്ത സ്ക്രീനിൽ നിങ്ങൾ ആദ്യം കാണുന്നത് കിച്ചൺ അടുക്കളയ്ക്ക് നമ്മൾ സംസ്കൃതത്തിൽ പറയുന്ന വേർഡാണ് പാകശാല. പാകശാല. ഫ്രിഡ്ജിന് പറയുന്നത് പ്രശീതക. 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 ഇതാണ് ഫ്രിഡ്ജിന് പറയുന്ന സംസ്കൃത വേർഡ്. അടുത്തത് നമ്മൾ മിക്സർ, കിച്ചണിൽ യൂസ് ചെയ്യുന്ന മിക്സറിന് പറയുന്ന വാക്കാണ് മിശ്രകഃ. മിശ്രകഃ. ലേഖനി. ലേഖനി എന്ന് പറയുന്നത് പേന, പെന്നിന്റെ സംസ്കൃത വേർഡാണ് ലേഖനി. പെൻസിൽ അങ്കനി. അങ്കനി. ഇനി നമ്മള് എന്നും ഉപയോഗിക്കുന്ന ടൂത്ത് ബ്രഷിന് പറയുന്ന പേര് ദന്തകൂർച്ചഃ. ദന്തകൂർച്ചഃ. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ കുറച്ച് നിങ്ങൾക്കൊരു ഇത് വേർഡ്സ് ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. നമ്മൾ ഡെയിലി യൂസ് വരുന്ന വേർഡ്സിന്റെ സംസ്കൃത അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സാൻസ്ക്രിറ്റ് വേർഡ്സ് ആണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ പഠനം ഇവിടെ പൂർത്തിയാവുകയാണ്. ശാന്തിമന്ത്രം ചൊല്ലിക്കൊണ്ട് നമുക്ക് ഇന്നത്തെ പഠനം പൂർത്തിയാക്കാം. ഓം സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ഇപ്പോൾ നമ്മൾ ഇതുവരെയുള്ള ക്ലാസ്സുകളിലായിട്ട് അക്ഷരങ്ങൾ പഠിച്ചു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സംസ്കൃത പദങ്ങൾ പരിചയപ്പെട്ടു. ഇനി തുടർന്നുള്ള ക്ലാസ്സുകളിൽ നമ്മൾ പദങ്ങൾ ഉപയോഗിച്ച് സംസ്കൃതത്തിലെ വാക്യങ്ങൾ എങ്ങനെ നിർമ്മിക്കും, ഇത് അങ്ങനെയുള്ളത് പഠിക്കാൻ തുടങ്ങും. അപ്പൊ ഇതുവരെയുള്ള എന്റെ ക്ലാസ്സുകൾ ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക, അതിനുള്ള റിപ്ലൈ ഞാൻ തരാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇനി ഈ ചാനൽ സന്ദർശിക്കുന്ന പുതുതായി സന്ദർശിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പറയുകയാണ്, നിങ്ങൾ ഈ ചാനൽ സന്ദർശിക്കുമ്പോൾ നിങ്ങൾക്ക് എന്റെ വീഡിയോകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിനായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക, അതിന്റെ അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.